ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ അയലമീൻ മേടിച്ചപ്പോൾ നല്ല മുഴുത്ത അയല കിട്ടി. അപ്പം അയല പൊള്ളിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂൺ നാരങ്ങാനീര്. ഇതിത്രയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ കൂട്ട് നമ്മുടെ അയല കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ വിടവിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ വരഞ്ഞ് കൊടുത്തേക്കുന്നതിൻ്റെയൊക്കെ ഇടയിലൊക്കെ കുറച്ച് അരപ്പ് ഇരുന്നോട്ടെ, കുഴപ്പമില്ല, നന്നായിട്ട് ടേസ്റ്റായിട്ടിരുന്നോളും. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് എല്ലായിടവും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂറത്തേന് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുക. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ അയല വെച്ച് കൊടുക്കാം. ഞാൻ മൊബൈൽ പിടിച്ചപ്പോൾ അറിയാതെ തിരിഞ്ഞു പോയതാണ് കേട്ടോ. അങ്ങനെ ഷോർട്സിന് പിടിക്കുന്നതിലായിപ്പോയി കുറച്ച് ഭാഗം ഇതിൻ്റെ. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ 2 സൈഡും ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാത്രത്തിൽ തന്നെ ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് വേണം, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നന്നായി പഴുത്ത ഒരു തക്കാളി ഇട്ട് അതും കൂടെ കൂട്ടി നമുക്ക് നന്നായി വഴറ്റാം. നല്ല രീതിയിൽ കുഴഞ്ഞ് വരുന്ന രീതിയിലാകണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ കൂട്ടിന് വേണ്ട ഉപ്പ് മാത്രം നമ്മൾ ചേർത്താൽ മതി. ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ നമ്മൾ ചേർക്കാൻ പോവുകയാണ്. 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇതും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒന്നെങ്കിൽ കുറച്ച് നാരങ്ങാനീര് ചേർക്കാം, അതല്ലെങ്കിൽ വിനീഗർ ചേർത്താലും മതി. ഞാൻ വിനീഗറാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് വാട്ടിയ വാഴയിലയാണ് കേട്ടോ. ഇനി വാഴയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മിക്സിൻ്റെ കുറച്ച് ഇതിനോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ മീൻ വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഗ്രേവി നമ്മളിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ മീൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് ബാക്കിയുള്ള ഗ്രേവിയും കൂടെ നന്നായിട്ട് പൊതിഞ്ഞ് വെക്കുക കേട്ടോ. എൻ്റെ മീൻ വലിപ്പം കൂടുതലുള്ളതുകൊണ്ടും വാഴയിലേക്ക് വലിപ്പം ഇല്ലാത്തതുകൊണ്ടും ഞാനൊരു വാഴയിലയും കൂടെ അതിൻ്റെ പൊക്കത്തേക്ക് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ മടക്കി നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടാൻ പോവുകയാണ് കേട്ടോ. നന്നായിട്ട് കെട്ടി വെച്ചിട്ട് നമുക്കൊരു വേറൊരു പാത്രം എടുത്ത് ഗ്യാസിൽ വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഇല പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ് കേട്ടോ നമ്മൾ ഈ എണ്ണ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ പൊതിഞ്ഞ് വെച്ചേക്കുന്നിടത്ത് വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മൂടിയും കൂടെ വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഏകദേശം നമ്മുടെ ഇതായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ ആ മസാലയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ചോറിനോ അപ്പത്തിനോ കപ്പയ്ക്കോ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കരിമീനില്ലാന്ന് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. നല്ല മുഴുത്ത അയല കിട്ടിയാലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇത് സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഡീപ്പ് ഫ്രൈ ആയിട്ടിരിക്കുന്ന ഫിഷൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഐറ്റം അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.